ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 7:30 ആയപ്പോൾ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കുകയാണ്. നമ്മളെ സ്ഥിരം ചായ കുടിക്കുന്ന സ്പോട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങളുടെ സിറ്റ് ഔട്ട് കഴിഞ്ഞിട്ടുള്ളൊരു വ്യൂ ആണ് ഇത്. നോക്ക്, കണ്ടില്ലേ, മയിലുകളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, അയൽക്കൂട്ടന്മാർ എത്ര പേരുണ്ട്? 1 2 3 4 5 6 7 കുറേ ഉണ്ട് കേട്ടോ അന്ന് അല്ലേ. ഇരുന്നിട്ടാണ് എന്നും ഈ വ്യൂ ഒക്കെ കണ്ട്. ഇന്ന് വെച്ചിട്ട് നല്ല വെയിലുണ്ട് കേട്ടോ, അല്ലെങ്കിൽ എന്നും നല്ലൊരു മഴയുടെ ഒരു ഇതായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട്. വെയിലധികം ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചായ കുടിക്കുകയാണ്. അതേ ഹസ്ബൻഡ് ഇവിടെ ഫോൺ നോക്കിയിരിക്കുകയാണ്. ഇനി എപ്പോഴാണ് പോകണ്ടേ? 9 മണി. 9 മണിക്ക് ആലുവയാണോ അങ്കമാലിയാണോ? ആലുവയിൽ പോവാണ്. കുറച്ച് ടൂൾസൊക്കെ എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ആലുവയ്ക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അത് പുറത്തൊക്കെ കൊടുത്ത് വിട്ടാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ. ഇന്ന് എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം മഴ ഉണ്ടാവുമായിരിക്കും അല്ലേ, അതാ ഇത്രയും കാറ്റ്. അപ്പം അങ്ങനെയൊക്കെ ഹസ്ബൻഡ് ഇപ്പോൾ പോവും. പിന്നെ അച്ഛൻ അതേ ഒരു സ്പെഷ്യൽ സംഭവമായിട്ട് വരും. അത് കുക്ക് ചെയ്യണം. അത്ര സ്പെഷ്യലൊന്നും അല്ല, എന്നാലും തൃശ്ശൂർ സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റുമോ? എല്ലായിടത്തും ഉള്ളത് തന്നെ എല്ലും കപ്പയും വെക്കാനായിട്ട് എന്നൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അത് മേടിക്കാനായിട്ട് അച്ഛൻ പോയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കുക്ക് ചെയ്യുന്നത് അതായത് തൃശ്ശൂർ സ്പെഷ്യൽ, അത് ഇവിടുത്തെ രീതി ഉണ്ടല്ലോ, അത് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ അവിടെയൊന്നും ഇല്ല, ട്രിവാൻഡ്രത്തൊന്നും അങ്ങനെ എല്ലും കപ്പയൊന്നും ഇല്ല. എല്ലും കപ്പയും തൃശ്ശൂർ സ്പെഷ്യലാണോ അതോ എല്ലായിടത്തും ഉണ്ടോ? എന്നാലും ഞാൻ ഇവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് എല്ലും കപ്പയും കഴിച്ചത്. എല്ലും കപ്പയെന്നും പറയും, വേറൊരു വേർഡും കൂടെ ഇതിന് പറയും. കപ്പ ബിരിയാണി അങ്ങനെയും പറയും. കപ്പ ബിരിയാണി എന്നും പറയും ഇതിന്, എല്ലും കപ്പയെന്നും പറയും. ഞാനിവിടെ വന്നതിന് ശേഷം എല്ലും കപ്പയും കഴിക്കണേ. എനിക്ക് ഏറ്റവും ഇവിടുത്തെ മോസ്റ്റ് ഫേവറേറ്റ് ഐറ്റംസിൽ ഒന്നാണ് എല്ലും കപ്പയും. അപ്പം ഞാൻ ഇന്നലെ അച്ഛനോട് അങ്ങനെ ഇത് ഒന്ന് വാങ്ങണേന്ന് പറഞ്ഞതായിരുന്നു. അത് ഇന്ന് തന്നെ വാങ്ങുമെന്ന് വിചാരിച്ചില്ല. ഇന്ന് ഞായറാഴ്ചയാ? യെസ്, ഇന്ന് ഞായറാഴ്ച. പിന്നെ നല്ല ബെസ്റ്റ് ദിവസമായിരുന്നു. അയ്യോ, ഹായ് എടാ. അയ്യേ, ഞാൻ പറയായിരുന്നു. അപ്പം നമ്മളിന്ന് രാവിലെ കപ്പ പുട്ടുപൊടി വെച്ചിട്ടുള്ള പുട്ടാണ്. സാമ്പാറുണ്ട്. ഹസ്ബൻഡ് ഇതിൽ പോകാനായിട്ട് റെഡിയായിരിക്കുകയാണ്. ആലുവയിൽ പോകാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ കപ്പപ്പുട്ട് ഞാൻ ആദ്യമായിട്ടാട്ടോ കഴിക്കണേ. കഴിച്ചിട്ടുണ്ടോ മുന്നേ? ഫസ്റ്റ് ടൈം കഴിക്കണേ? കഴിച്ചിട്ടേ. അങ്ങനെ ഇതേ അച്ഛൻ നമ്മുടെ ഈ ബീഫ്, അതായത് മുഴനെഞ്ച് എന്നൊക്കെ പറയും, അതിനെ നന്നായിട്ട് നുറുക്കിയെടുക്കുകയാണ്. ഈ എല്ലും കപ്പയ്ക്ക് വേറൊരു പേരുണ്ട്, നെഞ്ചടി. നെഞ്ചടി എന്ന് ഇവിടെ പറയും. കപ്പ ബിരിയാണി എന്ന് പറയില്ലേ? അതെ. നമ്മള് നെഞ്ച്, നെഞ്ചടി, എല്ലും കപ്പ. ചിലര് ക്രിസ്ത്യൻസ് അങ്ങനെ കൂടുതലും പറയാൻ വെച്ചാൽ എല്ലും കപ്പ. അത് എല്ല് വേറെ ഉണ്ട്. അതുണ്ടല്ലേ. ഇത് അതിന്റെ മേച്ചതാണ് നെഞ്ചടി. അതില് എല്ലൊക്കെ നമുക്ക് കടിച്ചിട്ടില്ല. ഇത് ആ ഭാഗമല്ലേ? അല്ലല്ല, എല്ലല്ല, ഇതല്ലേ നെഞ്ചടി. നെഞ്ചിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും കപ്പയും നെഞ്ചടിയാണ്. ചിലര് പറയാം എല്ലും കപ്പയെന്ന് പറയും. എല്ല്, ഇതാണ് എല്ല്. ഈ എല്ലല്ല ശരിക്കും കടിച്ച് തിന്നാവുന്ന മുറിയണല്ല. മറ്റത് ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ല്. ഇത് കുറച്ച് നൈസ് ആയിട്ടുള്ള എല്ലാണല്ലേ. ഇതെല്ലാം നമ്മുടെ ആ മൃഗത്തിന്റെ നെഞ്ചടിയാ. മറ്റേത് നെഞ്ചടി എന്ന് പറയുമ്പോ മറ്റേ വാരിയല്ല, ഈ ഭാഗം നെഞ്ചിന്റെ ഈ ഭാഗത്ത്
ഇതിന്റെ കരളും കൂമ്പും ഭാഗത്തിന്റെ ഈ സൈഡ് ഇവിടുന്ന് ഇങ്ങോട്ട് ഈ സൈഡ് വാരിയിരിക്ക് പോവില്ല, വാരിയിരിക്ക് പോകുന്നത് ഞാനിവിടെ വന്നതിന് ശേഷം കഴിക്കുന്നത്. അതെ, ചിലർ വെറുതെ വെറും എല്ലും നെയ്യും കൂടി മേടിക്കും. എല്ലിന്റെ ഉള്ളിൽ മജ്ജയുണ്ട്, അത് അടിപൊളിയാ. മറ്റേ പോത്തിന്റെ കാലൊക്കെ എടുത്തിട്ട് ആൾക്കാര് പുട്ടുകുറ്റി വെച്ച് തട്ടണ പോലെ മജ്ജ തട്ടിയെടുക്കൂല. അമ്മ എന്തൊന്നും ഉണ്ടാത്ത അതന്നെ ചർച്ചയില് പങ്കെടുത്തോ? അതെ. അങ്ങനെ നമ്മൾ എല്ലും നുറുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ ദേ ഇവിടെ ഇപ്പോൾ വെളിച്ചെണ്ണ കന്നാസിലേക്ക് ഒഴിക്കുകയാണ്. ഇത് നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് നൈബേഴ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ തേങ്ങയാട്ടിയ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് പേർക്ക് അങ്ങനെ വിൽക്കലൊന്നും ഇല്ല, എന്നാലും നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് അയൽവാസികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ദേ നമ്മുടെ കപ്പയാണ്. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലും കപ്പയുടെ നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ കപ്പയും നന്നായിരിക്കണം. അപ്പോൾ ഈ കപ്പ ഇതെങ്ങനെയാണെന്ന് അറിയില്ല, വേവിച്ച് നോക്കാൻ നമുക്കറിയാം. നല്ല എന്താ പറയുക, മാവ് പോലെ വേവുന്ന ഒരു കപ്പ, ആ ഒരു ടൈപ്പ് കപ്പയുണ്ട്. ഇത് അതായിരിക്കണേന്നാണ് പ്രാർത്ഥന. അപ്പോൾ നമ്മുടെ ഇറച്ചി ഇവിടെ അമ്മ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിത് ഇഞ്ചി പറിക്കാൻ പോവാണ്. ആ, വെണ്ട, വഴുതന എല്ലാം ഉണ്ട് ഇവിടെ. വീട്ടിൽ തന്നെ എല്ലാം കൃഷി ചെയ്യാ. ആ, ഞങ്ങളുടെ വീട്ടിന്റെ ബാക്ക് സൈഡാട്ടാ. അച്ഛൻ ഇഞ്ചി പറിക്കാൻ പോവാണ്. അച്ഛൻ നല്ലൊരു ഒന്നാന്തരം കൃഷിക്കാരനാണ് കേട്ടോ. കൃഷി എന്ന് പറയുമ്പം പാടം, വയൽ അങ്ങനത്തെ ഇതല്ല കേട്ടോ, പ്ലാന്റേഷനാണ് കൂടുതലും. മെയിനായിട്ട് അച്ഛൻ്റെ കൃഷി എന്ന് പറഞ്ഞാൽ കുരുമുളകാണ്, പിന്നെ പച്ചക്കറിയും. അപ്പോൾ അതിൻ്റെ ഒരു കർഷകനാണ് അച്ഛൻ. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രം നട്ടേക്കുന്ന കുറച്ച് പച്ചക്കറികളും അതുപോലെ തന്നെ വാഴ, വെണ്ട, വഴുതനങ്ങ, ചേന, ചേമ്പ് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് വന്നിട്ട് ഇഞ്ചിയും അതൊന്നും പുറത്തുനിന്ന് മേടിക്കണ്ട, ഇവിടെ നിന്ന് തന്നെ എടുക്കാം കേട്ടോ. അല്ലാതെ അച്ഛൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ വേറെ പറമ്പുണ്ട്, അവിടെയാണ് കേട്ടോ. അതൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് കാണിക്കാം. ഇതൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി കിട്ടിയ കുറച്ച് അവാർഡ്സാണ്. ഇത് പഴയ വീട്ടിൽ ഇതിലും കൂടുതലുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇങ്ങനെ ഈ പല പല കൃഷി സംബന്ധമായ ക്ലാസ്സും കാര്യങ്ങൾക്കൊക്കെ പോകണം കേട്ടോ ആള്. ഇതാണ് ഞങ്ങളുടെ ഇഞ്ചി. ആ ശരിയാ. ഇത് കുറച്ച് പച്ചയല്ലേ. അപ്പോൾ ഇതിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കാണ്. ഇതൊക്കെ ചതച്ച് ഇത് ചേർക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും സെപ്പറേറ്റ് ആണ് ഇപ്പോൾ ചതച്ച് ചേർക്കുന്നത്. ഇത് നമ്മുടെ ഇഡ്ഡലി തട്ടാണ്, അതിലിങ്ങനെ വെച്ച് ആവി കയറ്റി വേവിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ സവാള ഇട്ടിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ സ്ഥിരം വരുന്നൊരു പൂച്ചയാണ് കേട്ടോ. നല്ല രസമാണ്. അമ്മ ഇടയ്ക്ക് ഇതിന് മീനും കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഇറച്ചിയുടെ മണം അടിച്ചിട്ട് ഇതിങ്ങനെ വന്നിരിക്കുകയാണ്. കടിക്കോ നീ? എന്തേ അമ്മ മീൻ തന്നില്ലേ? വലിയ പേടിയൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ നമുക്കിങ്ങനെ കടൽ ചെയ്യാനൊക്കെ ഇരുന്ന് തരും. നമുക്കിങ്ങനെ കൊഞ്ചിച്ച് മസാജ് ചെയ്യാനൊക്കെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് തരും. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു പൂച്ചയാണ്, അതുകൊണ്ട് അതിങ്ങനെ ഇരുന്ന് തരുന്നത്. കുഞ്ഞു പൂച്ചകളൊക്കെ ആണെങ്കിൽ ഓടിപ്പോയേനെ. വേണമെങ്കിൽ എല്ലും കപ്പയും കഴിച്ചിട്ട് നോക്കോ. അവിടെ എന്നോട്ടാ, അവിടെ എന്നോ. എന്തേ നീ പൊക്കോ, പോയിട്ട് നാളെ വാ. മീനിന് വേണ്ടി വന്ന് കിടക്കുക. ഞാൻ പറഞ്ഞു ഇന്നിവിടെ ഇറച്ചിയുള്ളൂ. വയസ്സിനാന്ന് തോന്നുന്നുണ്ട്. എനിക്കാണെങ്കിൽ നമ്മുടെ പപ്പിക്കുട്ടന്മാരെക്കാളും ഇഷ്ടം പൂച്ചകളെയാണ് കേട്ടോ. എനിക്ക് കിറ്റൻസ്, പ്രത്യേകിച്ച് നമ്മുടെ പൂച്ചക്കുട്ടികളല്ലേ, അതിനെയാണ് ഭയങ്കര ഇഷ്ടം. എനിവേസ് എനിക്ക് പൂച്ചകളെ പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവനെ വിടാണ്ട് ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്നത്. അവനാണെങ്കിൽ ഇങ്ങനെ കിടന്നു തരുകയും ചെയ്യും കേട്ടോ. സാധാരണ പൂച്ചകൾ പേടിച്ചോടില്ല, പക്ഷെ ഇവൻ അങ്ങനെയൊന്നുമില്ല. ഇവനിങ്ങനെ നമുക്കിങ്ങനെ കൊഞ്ചിക്കാനൊക്കെ നിന്ന് തരും.
ചക്കര ചക്കര എപ്പോഴാ ചാടിക്കടിക്കാന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഒന്നും ഇല്ലടാ. അപ്പോൾ ദൈവനെ ഇറച്ചിയുടെയൊക്കെ മണടിച്ചിട്ട് കൊതി മൂത്ത് അടുക്കളയ്ക്ക് കയറി പോവാണ്. എത്ര അങ്ങോട്ട് മാറ്റാൻ ശ്രമിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ അള്ളിപ്പിടിച്ച് അവിടെ തന്നെ ഇങ്ങനെ ഒട്ടിയിരിക്കുകയാണ്. അങ്ങനെ അമ്മ അങ്ങ് പുറത്താക്കി വിരട്ടി പുറത്താക്കിയിട്ടോ പാവം. അങ്ങനെ നമ്മുടെ എല്ല് നന്നായിട്ട് അമ്മ മസാലയൊക്കെ പുരട്ടി വെക്കുകയാണ്. അപ്പോൾ ഇതിൽ അങ്ങനെ അധികം മസാലകളൊന്നും ചേർത്തിട്ടൊന്നുമില്ല. ഞാൻ നേരത്തെ കാണിച്ച മാതിരി സവാള, ഇഞ്ചി, പച്ചമുളക് ചതച്ചത്, പിന്നെ വെളുത്തുള്ളി, ഇപ്പോൾ ചേർത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ലേശം വെള്ളവും ഉപ്പൊക്കെ ചേർത്തിട്ട് ഈ ഇഡലി തട്ടിൽ വെച്ച് ആവി കയറ്റി വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ കപ്പ വേവിച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ആക്കുന്നത്. അധികം മസാല ഇട്ട് ഇതിൻ്റെ ആ ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു ടേസ്റ്റ്. ഇത് മാന്തളാണ് കേട്ടോ, ഉണക്കമീൻ. ഇത് ഇവിടുത്തെ ഒരു മെയിനാണ് തൃശ്ശൂർക്കാരുടെ. ഞാനിവിടെ വന്നപ്പോൾ മുതലാണ് ഈ മാന്തളൊക്കെ കാണാൻ തുടങ്ങിയത്. എനിക്ക് നമ്മുടെ അവിടെ ഈ മാന്തളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ദേ ഇപ്പം അമ്മ കപ്പൊക്കെ റെഡിയാക്കുകയാണ്. ഇനി ഇതിനെ പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഇത് കപ്പ പുഴുങ്ങുമ്പോൾ നമ്മൾ ഈ എന്താ പറയുക, കുക്കറിൽ വെച്ചിട്ട് പുഴുങ്ങരുത് എന്നാണ് അമ്മ ആദ്യം പറഞ്ഞത്. അതായിരിക്കും മേ ബി നമ്മൾ സാധാരണ നോർമൽ ആയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കപ്പ പുഴുങ്ങിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കുക്കറിൽ ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം കയറാൻ ചാൻസ് ഉണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. പക്ഷേ ലാസ്റ്റ് നമ്മൾ കുക്കറിൽ തന്നെ ചെയ്തത്, സമയമില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുക്കറിൽ വെച്ച് 2 വിസിലടിച്ചാൽ തീരുന്ന പണിയല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ ലാസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഇതേ നമ്മുടെ ഇതൊക്കെ ഇരുന്ന് വേവാണ്. ബീഫൊക്കെ വെന്ത് ഭയങ്കര അടിപൊളി മണമായിരുന്നു കേട്ടോ. ഒത്തിരി മസാല ഇട്ടിട്ട് ഇതിൻ്റെ ആ ഒരു ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കളയരുത് കേട്ടോ. അതുകൊണ്ട് മസാലയൊക്കെ വളരെ മിതമായിട്ടാണ് ചേർത്തിട്ടുള്ളത്. കുരുമുളക് പൊടിയായാലും മീറ്റ് മസാല ആയാലും അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. മുളക് പൊടിയും മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി അതിൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ. അതേ കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ അപാര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതൊന്നും ഇടണം. നമ്മുടെ എല്ലും കപ്പയും അവിടെ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതിന് വേണ്ടിയിട്ട് എത്ര നാള് നടന്നയാ. ഇത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ബോക്സ് വരെ ആദ്യമേ മേടിച്ചു വെച്ചു. നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ കൊള്ളി വറുത്തയാണ് കേട്ടോ. ചായയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ കൊണ്ടുവന്ന സ്ഥിതിക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഗൈസ് ടൂൾസ്. ഈ ടൂൾസ് എത്ര മാസമായി ഇപ്പോൾ ഇരിക്കാൻ തുടങ്ങിയിട്ട്. നമ്മുടെ ടൂൾ ബോക്സ് ഇവിടെ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഭയങ്കര സംഭവങ്ങളാണല്ലോ. ഇത് പണ്ടേ ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നതേ, പണ്ട് നമുക്ക് ഈ OTയിൽ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നേ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അവിടെ ഇതുപോലത്തെ കുറേ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, OT ഇൻസ്ട്രുമെന്റ്സ്. ഇതുപോലത്തെ വലിയ കടാരകളും വലിയ പ്ലെയറൊക്കെ ഉണ്ടാവും അവിടെ. മറ്റേ ഇതൊക്കെ ടിഷ്യൂ ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്യാനും അട്രാക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അത് കാണുന്നത്. അതിങ്ങനെ ഒരു തമാശയ്ക്ക് പറഞ്ഞതാണ് കേട്ടോ. പണ്ടിങ്ങനെ നമ്മൾ ഇത് എനിക്ക് കാണുമ്പോൾ എനിക്കതാ ഓർമ്മ വരുന്നത്. ഒറ്റയ്ക്കകത്തുകൊണ്ട് ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഇതാണെന്നല്ല കേട്ടോ, നമുക്കിങ്ങനെ പണ്ട് റെക്കോർഡൊക്കെ വരച്ചൊരു ഓർമ്മയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ് കേട്ടോ, ഒരു തമാശയ്ക്ക് പറഞ്ഞതാണ്. മെഡിക്കൽ പ്രൊഫഷണൽസ് ഒക്കെ ഉണ്ടെങ്കിൽ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനത്തെ കുറേ വലിയ വലിയ ഇൻസ്ട്രുമെൻറ്റ്സ് ഒറ്റയ്ക്കകത്തുണ്ട്. ഇതേ നമ്മുടെ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതേ നമ്മൾ നമ്മുടെ ഇഡലി തട്ടിൽ നിന്ന് ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഇഡലി തട്ടിൽ വേവിച്ച നമ്മുടെ ബീഫ്, അതായത് എല്ല് നമ്മൾ ഉരുളിയിലാക്കിയിട്ടുണ്ട്. ഇനി ഇതും കപ്പയും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് വരട്ടി നല്ല കുറുക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളിത് കുക്കറിൽ തന്നെയാണ് കപ്പ വേവിച്ചത്. കാരണം സമയമില്ലാതെ ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് പെട്ടെന്ന് വേവിച്ചെടുത്തു. അപ്പോൾ വൈകിട്ട് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, മറ്റേ നമ്മുടെ ആഡിൽ പറയുന്ന പോലെ. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ട് അപ്പം പെട്ടെന്ന് തന്നെ നമ്മളാക്കി കേട്ടോ. അപ്പോൾ അവർക്കും കൊടുക്കണമല്ലോ. അങ്ങനെ ഇപ്പോൾ കപ്പയും ഇതും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ അവസാനത്തെ പണിയിലാണ്. ഇനിയിപ്പോൾ പെട്ടെന്ന് കഴിയും കേട്ടോ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വരട്ടിയെടുത്താൽ മാത്രം മതി. കണ്ടിട്ട് നല്ല പൊള്ളിയാന്ന് തോന്നുന്നുണ്ടല്ലേ? നല്ല പൊള്ളിയാണ്.
അതിട്ടോ അങ്ങനെ നമ്മുടെ എല്ലും കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ സംഭവം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലും കപ്പ റെഡി ആയിട്ടുണ്ട്. മുഴുനെഞ്ചെന്നും അങ്ങനെ പല പേരുകളിൽ ഇതിവിടെ പറയും കേട്ടോ. അപ്പോൾ അച്ഛൻ പറഞ്ഞത് ശരിക്കും എല്ലല്ല, നമുക്ക് കുറച്ചുകൂടിയൊക്കെ കടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആണെന്നാണ്. പക്ഷേ ഇത് ഇങ്ങനെ എല്ലും കപ്പയായാലും ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് ഇലയിലൊക്കെ കഴിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് സവാളയൊക്കെ ഇങ്ങനെ കൊത്തി അരിഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കഴിച്ചിട്ടില്ലാത്തവർ കഴിച്ചു നോക്കണം. എനിക്ക് വന്നിട്ട് ഓൾമോസ്റ്റ് എല്ലാവരും കഴിച്ചിട്ടുള്ളത് തന്നെയാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഇത്. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായി. ഇതിൽ വേറെ മസാലയോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. വളരെ ഒതൻറ്റിക് ആയിട്ട് ഉണ്ടാക്കിയതാണ്. മീറ്റ് മസാലയോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. സൂപ്പർ ആയിട്ടുണ്ട്. ഇത് കഴിച്ചെടുക്കട്ടെ കേട്ടോ. അത് ശരിക്കും എല്ലും കപ്പയല്ല, എല്ലും കപ്പ മറ്റേതാണല്ലേ. അത് വെട്ടിക്കൂട്ട് മാതിരി സാധനം. അത് 100 രൂപ ഒരു ചുമടുണ്ടാവും. ആ സാധനം കൊണ്ടുവന്നിട്ടിട്ട് ഇട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുറച്ച് നെയ്യും ഉണ്ടാവും. ആ നെയ്യ് കപ്പയിൽ ചേരും. ആ നെയ്യുടെ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ എല്ലിൽ നമ്മൾ ഇങ്ങനെ വലിച്ച് കിട്ടാവുന്നത് കിട്ടും. ബാക്കി ഒരെണ്ണം കടിക്കാൻ പറ്റില്ല, കളയാം. അപ്പൊ വെച്ചാൽ ആ കിട്ടാവുന്ന അവിടെ നിന്ന് മേടിച്ച സാധനം അത്രയും തൂക്കത്തിൽ നമ്മൾ അങ്ങോട്ട് കളയാം. ഇതൊക്കെ കടിച്ച് തിന്നാം. മുഴുനെഞ്ച് എന്നല്ലേ പറയണേ, മുഴുനെഞ്ച്. അയ്യോ അടിപൊളി. ഇതാ ഫസ്റ്റ് ട്രിപ്പ് കഴിച്ചു കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ എടുക്കട്ടെ, എനിക്ക് നന്നായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഇത് അമ്മയുടെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഞങ്ങളിവിടെ വെക്കുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ തീർന്നു കേട്ടോ. അത്രയും ഡിമാൻഡാണ് ഇവിടെ, നല്ല ചിലവാണ് കേട്ടോ എല്ലും കപ്പ റെസിപ്പിക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ.